അധികാരത്തിലേറിയാൽ ഒന്നാം ദിവസം ഡൊണാൾഡ് ട്രംപ് എടുക്കാൻ പോകുന്ന തീരുമാനം ഗ്രീൻ കാർഡ് കാത്തിരിക്കുന്ന 10 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാരുടെ നെഞ്ചത്തടിക്കുന്ന ഒന്നാണ്. യുഎസിലെ പൗരത്വ ജന്മാവകാശം അഥവാ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പിൽ സുപ്രധാനമായ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തും. ഇക്കാര്യം ട്രംപിൻ്റെ donaldtrump.com എന്ന വെബ്സൈറ്റിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. 2023 മെയ് 30 വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത ഈ നിലപാടിൽ പറയുന്നത് ഇങ്ങനെയാണ്: അജണ്ട 47 നിയമവിരുദ്ധ കുടിയേറ്റക്കാരുടെ കുട്ടികളുടെ പൗരത്വം അവസാനിപ്പിക്കാൻ ആദ്യ ദിനം തന്നെ എക്സിക്യൂട്ടീവ് ഉത്തരവ്. ജനന ടൂറിസം നിയമവിരുദ്ധമാക്കും. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടനപത്രികയായ അജണ്ട 47 ഈ വിഷയത്തിൽ ട്രംപിൻ്റെ നിലപാട് തുറന്ന് വിശദീകരിക്കുന്നുമുണ്ട്. നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടന്നവരുടെ ഓട്ടോമാറ്റിക് സിറ്റിസൺഷിപ്പ് അവസാനിപ്പിക്കും. അഥവാ നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടക്കുകയും അവിടെ വെച്ച് തങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് യുഎസിൻ്റെ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് പ്രകാരമുള്ള സ്വാഭാവിക പൗരത്വം നേടുകയും ചെയ്യുന്ന ഏർപ്പാട് ഇനി അനുവദിക്കില്ല എന്നാണ് ആദ്യമേ ട്രംപ് പറയുന്നത്. ഇത് യുഎസിൻ്റെ അതിർത്തികളെ സുരക്ഷിതമാക്കാനുള്ള പ്രധാന നടപടിയാണെന്നും വൈറ്റ് ഹൗസിലെ തൻ്റെ ആദ്യ ദിവസം തന്നെ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ട്രംപിൻ്റെ ഭാഷയിൽ ഇല്ലീഗൽ ഏലിയൻസിൻ്റെ കുട്ടികൾക്ക് ഇനി സ്വാഭാവിക പൗരത്വം ലഭിക്കുകയില്ല. ഇതിനു പിന്നാലെ ട്രംപ് പറയുന്ന കാര്യമാണ് നിയമപരമായി യുഎസിലേക്ക് പോകുന്ന ഇന്ത്യൻ കുടിയേറ്റക്കാരെ കാര്യമായി ബാധിക്കുക. ഒരു രക്ഷിതാവെങ്കിലും യുഎസ് പൗരനാണെങ്കിൽ മാത്രമേ അവിടെ ജനിക്കുന്ന അവരുടെ കുട്ടിക്ക് ഇനിമേൽ സ്വാഭാവിക പൗരത്വം ലഭിക്കൂ. നിലവിൽ രണ്ടുപേരും യുഎസ് പൗരന്മാരല്ലെങ്കിലും അവിടെ ജനിക്കുന്ന അവരുടെ കുഞ്ഞിന് പൗരത്വ ജന്മാവകാശവുമുണ്ട്. യുഎസിലേക്ക് നിയമപരമായി തന്നെ കടന്നു വന്ന് കുട്ടികളെ ഉണ്ടാക്കുകയും അവർക്ക് സ്വാഭാവിക പൗരത്വം നേടുകയും ചെയ്യുന്ന കുടിയേറ്റക്കാരെയും വെറുതെ വിടില്ലെന്ന് ട്രംപ് പറയുന്നു. ഇങ്ങനെയെല്ലാം കുട്ടികൾക്ക് സ്വാഭാവിക യുഎസ് പൗരത്വം നേടിക്കൊടുക്കുന്ന ജനന ടൂറിസം ഇനി നടപ്പാക്കില്ല. യുഎസിലെ നികുതിദായകരുടെ പണം ഉപയോഗപ്പെടുത്തി ആ കുട്ടികൾക്ക് ഇനി ക്ഷേമ പരിപാടികളൊന്നും ഉണ്ടാകില്ല. അവർക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യില്ല. നിയമവിരുദ്ധമായി യുഎസിലേക്ക് കുടിയേറുന്നവരെ ആകർഷിക്കുന്ന പ്രധാന നിയമങ്ങളിലൊന്നിനാണ് താൻ അവസാനം കുറിക്കാൻ പോകുന്നത് എന്നാണ് ട്രംപിൻ്റെ വാദം. ഇതുവഴി യുഎസിലേക്കുള്ള നിയമവിരുദ്ധ കുടിയേറ്റങ്ങളുടെ വേലിയേറ്റം ഇല്ലാതാക്കാൻ കഴിയും. ഓരോ വർഷവും 10,000-കണക്കിന് ആളുകളാണ് ഗർഭം ധരിച്ച് ഡെലിവറി സമയമാകുമ്പോൾ യുഎസിലേക്ക് വരുന്നതെന്ന് ട്രംപ് വാദിക്കുന്നു. കുട്ടിക്ക് യുഎസ് പൗരത്വം സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിനുള്ളത്. ട്രംപിൻ്റെ പദ്ധതി നടപ്പാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വാദിക്കുന്ന വിദഗ്ധരുമുണ്ട്. യുഎസ് ഭരണഘടനയുടെ 14-ാം ഭേദഗതി താൻ ശരിയായി വ്യാഖ്യാനിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് നിലവിൽ ആ വകുപ്പിൻ്റെ വ്യാഖ്യാനം തെറ്റായ രീതിയിലാണ് നിലനിൽക്കുന്നതെന്നാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ട്രംപ് അത്തരമൊരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറത്തിറക്കിയാൽ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്ത് പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ ഒരു സുപ്രീം കോടതി ഉത്തരവ് തന്നെ ഇതിന്മേലുണ്ട്. അതിനെയെല്ലാം മറികടന്ന് ഉത്തരവിറക്കി നടപ്പാക്കാൻ ട്രംപിന് സാധിക്കില്ല. ട്രംപ് പറയുന്നതല്ല ഭരണഘടനയുടെ 14-ാം വകുപ്പ് എന്ന് സാരം. 48 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് യുഎസിൽ നിലവിലുള്ളത്. ഇതിൽ 16 ലക്ഷത്തോളം പേർ ജനിച്ചത് യുഎസിൽ തന്നെയാണ്. ട്രംപിൻ്റെ നിയമം നടപ്പായാൽ ഈ 16 ലക്ഷം പേരിൽ വലിയൊരളവ് ആളുകളും പ്രശ്നത്തിലായേക്കും. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ യുഎസ് പൗരത്വം ഉള്ളയാളല്ലെങ്കിലാണ് പ്രശ്നമാവുക. കൂടാതെ നിലവിൽ ഗ്രീൻ കാർഡ് കാത്തു കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കും ഇത് തിരിച്ചടിയാകും.